ബീഹാർ ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തിൽ NDA ജയിക്കുമെന്ന സാഹചര്യമാണ് ഉണ്ടായത്. കക്ഷി ചേർന്നിട്ടും കോൺഗ്രസ് പടയോട്ടത്തിലേറെ പിന്നിലായി. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ വിരൽ ചൂണ്ടുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ പ്രചരണങ്ങളിലൂടെയാണ്. രാഹുൽ ഗാന്ധി നല്ലൊരു നേതാവാണോ? ബീഹാറിൽ BJP വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന സാഹചര്യമുണ്ടായി. രാഹുൽ ഗാന്ധി ഇപ്പോഴും നല്ലൊരു നേതാവാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അവിടെ വോട്ട് കള്ളം ചെയ്തല്ലേ ജയിച്ചത്. ഇന്നലത്തെ കണക്കിൽ പറഞ്ഞിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ 7 കോടി ആൾക്കാർ വോട്ടേ ഉള്ളൂ. 7,42,000 വോട്ടിൻ്റെ 40 ലക്ഷം വോട്ടെന്തേ ഉള്ളൂ. പക്ഷേ അവിടെ പോൾ ചെയ്ത് 66%. 60% എത്ര ആയി വോട്ട്? ഇപ്പോൾ 3 കോടി വോട്ട് കൂടിയില്ല അവിടെ. ഈ 3 കോടി വോട്ട് എങ്ങനെ വന്നത്? അത് അന്വേഷിക്കേണ്ടതാണ്, ശരിക്കും പറഞ്ഞാൽ അന്വേഷിക്കേണ്ടതാണ്. അത് വോട്ട് കൊള്ള തന്നെയാണ് അവിടെ വന്നത്, വോട്ട് കൊള്ള തന്നെയാണ് അത്. പിന്നെ എന്തൊക്കെയാണ് ഇയാൾ ഇനി ഈ ഭരണം ഈ BJP കേന്ദ്രത്തിൽ നിന്ന് പോയല്ലാതെ ജനാധിപത്യപരമായിട്ട് ആരും തിരഞ്ഞെടുക്കപ്പെടില്ല. രാഹുൽ ഗാന്ധി നല്ലൊരു സ്ഥാനാർത്ഥിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? രാഹുൽ ഗാന്ധി നല്ല സ്ഥാനാർത്ഥി തന്നെ. അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്ന കറപ്ഷൻ ഇല്ലാത്ത രാഷ്ട്രീയക്കാർ, അതാണ് എൻ്റെ പ്രധാനം. ബീഹാറിൽ BJP വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന സാഹചര്യമാണ് ഉണ്ടായത്. രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? രാജീവ് ഗാന്ധി വോട്ട് ചോരിയെന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു ഫലമില്ലാതായിപ്പോയി. അല്ല, അവിടെ ബംഗാൾ ജയിച്ചത് BJP കള്ള വോട്ട് കൊണ്ട് തന്നെ ജയിച്ചു. BJP കേരളത്തിൽ വന്ന് വിജയിക്കാനൊന്നും പറ്റൂല. കാര്യം അങ്ങനെ കേരളത്തിൽ നടക്കൂല. രാഹുൽ ഗാന്ധി നല്ലൊരു നേതാവാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? ഇന്ത്യയിലെ ഏറ്റവും നല്ല ലീഡർ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. 2 വാക്ക് പറയാമോ അതിനെ കുറിച്ച്? രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന് നയിക്കാൻ യോഗ്യതയുള്ള ആളാണ്. കഴിവുറ്റ നേതാവാണ്. വോട്ട് ചോരി, അട്ടിമറി. അതെ, അട്ടിമറി തീർച്ചയായിട്ടും. എങ്ങനെയാണ് അട്ടിമറിക്കുന്നത്? അത് ഇലക്ഷൻ കമ്മീഷൻ വഴി അട്ടിമറിക്കുന്നതല്ല, വോട്ട് കൂട്ടിയും കുറച്ചും അട്ടിമറിക്കുകയാണ്. ബീഹാറിലും അതാണ് നടന്നത്. തീർച്ചയായിട്ടും ബീഹാറിൽ ഒരു വലിയൊരു അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. ഈ രാജ്യത്തിൽ ശരിക്കും ഒരു കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരിക്കലും കോൺഗ്രസ് വരില്ലെന്നാണ് പറയുന്നത്. അത് രാജ്യം ഭരിക്കാൻ അവസരം വന്നാൽ മാത്രമേ രാജ്യത്ത് നീതി നടപ്പിലാവുകയുള്ളൂ. അതായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യം ഭരിക്കാൻ ഇടയായാൽ എല്ലാ സംസ്ഥാനങ്ങളിലും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടക്കും. അവരുടെ കുടുംബം കംപ്ലീറ്റ് ഈ നാട്ടിന് വേണ്ടി തന്നെയാണ് ബലി കൊടുത്തത്. അതിൽപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി. അവർ അഴിമതിയുടെ ഒരു കറകളും പെരളാത്ത ഒരു ഫാമിലി ആയിരുന്നു. അത് നമ്മൾ വായിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അപ്പോൾ ആ രീതിക്ക് നോക്കുമ്പം ഒരു തവണ രാഹുൽ ഗാന്ധി എടുക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയും. ഇപ്പോൾ തോൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കോൺഗ്രസ് തോൽക്കുന്ന ഒരു സാഹചര്യം അത് കഴിഞ്ഞത് വളരെ അതെ. ബീഹാറിലെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഇത് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് ഈ BJP ആണല്ലോ മൊത്തത്തിൽ. ഇപ്പം ഇന്ത്യ മൊത്തത്തിൽ ഇരിക്കുന്നത് BJP ആണ്, അല്ലാതെ വേറെ ആരും തന്നെ ഇല്ല. അവർ വിചാരിച്ച ഏത് കാര്യവും ജയിക്കാൻ ആർക്ക് വേണമെങ്കിലും തോക്കാം. കേരളത്തിലും അത് തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ വരും എന്നുള്ളതാണ് പ്രതീക്ഷ. ജയമോ പരാജയമോ അത് സ്വീകരിച്ചേ പറ്റൂ. പ്രകടനമല്ല, പ്രവർത്തനമാണ് വേണ്ടത്. അത് തന്നെയാണ് കോൺഗ്രസിനും വേണ്ടത്. ക്യാമറാമാൻ വിനീതിനോടൊപ്പം റിപ്പോർട്ടർ റസിൻ, 140 ന്യൂസ്.